ഹായ്, ഇന്റർ ആർച്ചിന്റെ Q2 റിസൾട്ട് വന്നിട്ടുണ്ട്. ഓൾറെഡി ഇവർ നമ്മൾ ബിസിനസ് അനാലിസിസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ PV സെക്ടറിലുള്ള മറ്റ് 2 കമ്പനികളുടെ റിസൾട്ട് അനാലിസിസും ബിസിനസ് അനാലിസിസും നമ്മൾ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. ഇന്റർ ആർച്ചിന്റെ Q2 റിസൾട്ടിൽ സെയിൽസ് ഗ്രോത്ത്, അതായത് റവന്യൂ ഗ്രോത്ത് എന്ന് പറയുന്നത് 52%, പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് 56%. കഴിഞ്ഞ Q1 നോക്കിയാൽ, കഴിഞ്ഞ ക്വാർട്ടറിൽ നോക്കിയാൽ 25.5% ഉണ്ടായിരുന്ന റവന്യൂ ഗ്രോത്ത് ഈ ക്വാർട്ടറിൽ 52% കൂടിയിട്ടുണ്ട്. അതേപോലെ പ്രോഫിറ്റ് ഗ്രോത്തും കഴിഞ്ഞ ക്വാർട്ടറിൽ 40% ഈ ക്വാർട്ടറിൽ 56% കൂടിയിട്ടുണ്ട്. സോ നല്ലൊരു റിസൾട്ടാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് പറയാനാകപ്പാടെ ചെറിയൊരു കൺസേണിംഗ് ആയിട്ടുള്ള ഫാക്ടർ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, എബിറ്റ മാർജിൻ കഴിഞ്ഞ ക്വാർട്ടറിൽ അവർ 8.4 ആയിരുന്നു, അവർ 10ലേക്കാണ് ടാർഗറ്റ് പറഞ്ഞിരുന്നത്. സോ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റ് വന്നിട്ടില്ല. 8.4 നിന്ന് 8.5 ആയിട്ടേ കൂടിയിട്ടുള്ളൂ. അതേപോലെ പാറ്റ് മാർജിൻ കഴിഞ്ഞ ക്വാർട്ടറിൽ 7.5% ഉണ്ടായിരുന്നു, പാറ്റ് മാർജിൻ 6.6 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇതിനെപ്പറ്റി മാനേജ്മെന്റിനോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവരെ ഹൈ ആയിട്ട് എക്സ്പാൻഷൻ പ്ലാൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ, ഗ്രോത്ത് ഓറിയന്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്ക് എക്സ്പെൻസുകൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ മാർജിൻസിൽ കുറവ് വരുന്നുണ്ടെന്നുള്ള കാര്യമാണ് പറയുന്നത്. അതൊരു ജെനുവിൻ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ, അവരിപ്പോൾ ഓൾറെഡി അവർക്ക് നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ബിസിനസ് അനാലിസിസ് ചെയ്തപ്പോൾ അവർക്ക് 5 മാനുഫാക്ചറിംഗ് പ്ലാന്റുകളാണുള്ളത്. അതിൽ 2 റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒന്ന് തമിഴ്നാട്ടിലെ പ്ലാന്റിലും അതേപോലെ മറ്റേത് ഉത്തരാഖണ്ഡിലെ പ്ലാന്റിലും. സോ അത് രണ്ടും കമ്മീഷൻ ആയിട്ടുണ്ട്. സോ കഴിഞ്ഞ ഈ ക്വാർട്ടറിൽ തന്നെ Q2 കമ്മീഷൻ ആയിട്ടുണ്ട്. ഏകദേശം 40,000 മെട്രിക് ടൺ അവരുടെ കപ്പാസിറ്റിയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ അപ്പോൾ 1,60,000 നിന്ന് 2,00,000 മെട്രിക് ടൺ ആയിട്ട് അവരുടെ കപ്പാസിറ്റി കൂടിയിട്ടുണ്ട്. അതേപോലെ ഇവർ പുതിയ 2 പ്ലാന്റുകളിലൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അടുത്ത Q2 2027 Q2 കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ. ഒന്ന് ആന്ധ്രാപ്രദേശിലും മറ്റൊന്ന് ഗുജറാത്തിലുമാണ് വരുന്നത്. ഗുജറാത്തിൽ വരുന്നത് PEBക്ക് വേണ്ടിയിട്ടാണ്. അതേപോലെ ആന്ധ്രാപ്രദേശിൽ വരുന്നത് ഹെവി മെറ്റൽസിന് വേണ്ടിയിട്ടാണ്. സോ അവരിപ്പോൾ ഓൾറെഡി ജിൻഡാൽ സ്റ്റീലുമായിട്ട് ടൈപ്പിൽ എത്തിയിട്ടുണ്ട്. ഹെവി മെറ്റൽ ബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈപ്പാണ് എത്തിയിരിക്കുന്നത്. അതായത് മൾട്ടി സ്റ്റോറേഡ് ബിൽഡിങ്ങിനും അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജിൻഡാൽ സ്റ്റീലുമായിട്ട് ടൈപ്പിൽ എത്തിയിട്ടുണ്ട്. സോ ആ ഒരു ബിസിനസിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ പ്ലാൻ കൂടി ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ഇത് രണ്ടും അടുത്ത Q2 കമ്മീഷൻ ചെയ്യുമെന്നാണ് മാനേജ്മെന്റ് പറയുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഓൾറെഡി അവർക്ക് കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഡൗൺ ഫീൽഡ് ചെയ്തതിലേക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതേപോലെ ആന്ധ്രാപ്രദേശിലെ പ്ലാന്റിന് വേണ്ടിയിട്ട് അവർ ഓൾറെഡി ഇപ്പോൾ സെയിൽസ് ടീമിനെ, എഞ്ചിനീയറിംഗ് ടീമിനെയൊക്കെ ഹയർ ചെയ്തിട്ടുണ്ട്. സോ അതിൽ എക്സ്പെൻസ് വരുന്നുണ്ട്. അതേപോലെ കമ്പനി എക്സ്പാൻഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ക്വാർട്ടറിലെ റിസൾട്ട് അല്ലെങ്കിൽ ബിസിനസ് അനാലിസിസ് സംസാരിച്ച സമയത്ത് പറഞ്ഞിരുന്നു. മോൾഡ് ടെക് എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ട് ടൈപ്പിൽ അവർ എക്സ്പോർട്ടിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. US-ലും കാനഡയിലുമാണ് ഇപ്പോൾ ഒരു കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതിനുവേണ്ടി ഇവർ US-ലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. അതേപോലെ അവിടെ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. അവിടെ സെമിനാറുകളിലും മറ്റൊക്കെ ഇവർ പങ്കെടുക്കുന്നുണ്ട്. സോ ആ രീതിയിലൊക്കെ എക്സ്പെൻസുകൾ വരുന്നുണ്ട്. സോ ആ രീതിയിലൊക്കെ അവർ ഗ്രോത്ത് ഓറിയന്റഡ് ആയിട്ട് അവർ കൂടുതലായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോഴത്തേനും അവരുടെ മാർജിൻസ് കുറയുന്നതാണ് മാനേജ്മെന്റ് പറയുന്നത്. പക്ഷേ ഇതേ രീതിയിൽ ഗ്രോ ചെയ്യുന്ന മറ്റ് 2 കമ്പനികളിൽ ഇത്രയും മാർജിൻസ് കുറയുന്നുമില്ല. അത് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതാണ് മാനേജ്മെന്റ് മാർജിനെ പറ്റിയിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നത്. സോ അത് മാത്രമേ ഉള്ളൂ ചെറിയൊരു കൺസേണിംഗ് ആയിട്ടുള്ള ഫാക്ടർ ആയിട്ടുള്ളത്. പിന്നീട് അവർ ക്യാപെക്സ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ 2 പുതിയ പ്ലാന്റുകൾ വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഏകദേശം 60 to 70 കോടി ഈ H2 അവർ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതേപോലെ അടുത്ത ഫിനാൻഷ്യൽ ഇയറിലും ഏകദേശം 60 to 70 കോടി, അതായത് ഏകദേശം ഒരു 150 കോടിയാണ് അവർ ഈ 2 പ്ലാന്റിനോടായിട്ട് ക്യാപെക്സ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പകുതി ഈ H2 അതേപോലെ ബാക്കി പകുതി അടുത്ത ഫിനാൻഷ്യൽ ഇയറിലുമായിട്ടാണ് അവർ സ്പെൻഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അടുത്ത H1 കഴിഞ്ഞ തവണ നമ്മൾ സംസാരിച്ചപ്പോൾ അവരുടെ ഓർഡർ ബുക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം 1694 കോടിയായിരുന്നു. ഇപ്പോൾ അത് 1634 കോടിയാണ്. സോ കമ്പനി അവർക്ക് നല്ല രീതിയിൽ ഓർഡർ ഇൻടേക്ക് അവർ ചെയ്യുന്നുണ്ട്. ഏകദേശം 430-440 കോടിയോളം അവർ ഈ കഴിഞ്ഞ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ 3 മന്തിലായിട്ട് അവർ പുതിയ ഓർഡേഴ്സ് കളക്ട് ചെയ്തിട്ടുണ്ട്. സോ നല്ല രീതിയിൽ അവർ അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ഓർഡർ അവർ ഇൻടേക്ക് ചെയ്യുന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞിരുന്നു. അതേ രീതിയിൽ തന്നെ അവർ ആ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഏകദേശം 2000 കോടി രൂപ റവന്യൂ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കപ്പാസിറ്റി വരെ അവരുടെ ഇപ്പോൾ ഓൾറെഡി അവർക്ക് ഉണ്ട്. സോ അതിനെ എക്സ്പാൻഡ് ചെയ്യുന്ന അടുത്ത Q2 ആകുമ്പോഴത്തേക്ക് അവർക്ക് വീണ്ടും അതിനകത്ത് എക്സ്പാൻഷൻ വരും. അതായത് ഗുജറാത്ത് പ്ലാന്റിൽ ഏകദേശം 40,000 മെട്രിക് ടണ്ണും അതേപോലെ ആന്ധ്രാപ്രദേശിലെ പ്ലാന്റിൽ ഏകദേശം 25,000 മെട്രിക് ടണ്ണുമാണ് പുതിയതായിട്ട് കപ്പാസിറ്റി ഇനി ആഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഈ തവണത്തെ റിസൾട്ടിൽ ഇൻവെന്ററീസിൽ കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി മാനേജ്മെന്റിനോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞിരുന്നത് അത് അവരുടെ ഒരു ഓർഡറിൽ കുറച്ച് ഡിലേ വരുന്നതുകൊണ്ട് മാത്രം സംഭവിച്ചാണ്. അതിപ്പോൾ നോർമലൈസ് ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതിനകത്ത് വലിയ കൺസേണിംഗ് ആയിട്ടുള്ള ഫാക്ടർ അതിലില്ല. അതേപോലെ ഇവരിനി പുതിയ ഹെവി മെറ്റൽ പ്ലാന്റിലേക്ക് വരുമ്പോൾ അതിന്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു രീതിയിൽ ബിസിനസ് തുടങ്ങുമ്പോഴത്തേക്കും മാർജിൻസിൽ വലിയതായിട്ടുള്ള ഇംപ്രൂവ്മെന്റ് വരാൻ സാധ്യതയില്ല. ഇപ്പോൾ ഉള്ള മാർജിൻസ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് പോകുന്നത്. സോ ഇതിലും വലിയ രീതിയിൽ അതിൽ മാർജിൻ കൂടുതൽ കിട്ടില്ല. പക്ഷേ കമ്പനിയുടെ മൊത്തത്തിലുള്ള വോളിയത്തിൽ ഇംപ്രൂവ്മെന്റ് വരും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. കാരണം ഹെവി മെറ്റൽ ആയതുകൊണ്ട് തന്നെ വോളിയത്തിൽ ഇംപ്രൂവ്മെന്റ് വരും. പക്ഷേ മാർജിൻസ് ഇതേ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുമെന്നാണ് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മൊത്തത്തിൽ റിസൾട്ടിനെ പറ്റി പറയാനായിട്ടുള്ളത്. മാനേജ്മെന്റ് ഗൈഡ് ചെയ്തിരുന്ന 17.5% ആയിരുന്നു കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ തീർന്ന സമയത്ത്. അത് കഴിഞ്ഞ ക്വാർട്ടറിൽ തന്നെ അവർ ഏകദേശം 20%ലേക്ക് അവർ ടോപ്പ് ലൈനിന്റെ ഗൈഡൻസ് കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഫിനാൻഷ്യൽ ഇയർ അവർ 20% എന്നാണ് പറഞ്ഞിരുന്നത്. സോ ഇപ്പോൾ തന്നെ നോക്കിയാൽ അവർ ഏകദേശം ആ ടാർഗറ്റിന് അടുത്തെത്താറായിട്ടുണ്ട്. അടുത്ത H2 അതായത് Q3, Q4 10% ഗ്രോത്ത് വന്നാൽ പോലും മാനേജ്മെന്റ് പറഞ്ഞ ഗൈഡൻസിന് ബീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ മാനേജ്മെന്റിനോട് പലതവണ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ ടോപ്പ് ലൈനിന്റെ ഗൈഡൻസ് അവർ ഈ കൂട്ടാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെന്നുള്ള കാര്യം. ഇപ്പോൾ മാനേജ്മെന്റ് പറയുന്നത് എന്ന് വെച്ചാൽ അടുത്ത Q3 റിസൾട്ട് വരട്ടെ, അതിനുശേഷം ആ ഒരു സമയത്ത് മിക്കവാറും ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു സമയത്തായിരിക്കും ഇവർ മിക്കവാറും
പുതിയ ഗൈഡൻസ് തരാൻ സാധ്യതയുള്ളൂ. സോ എന്തായാലും ആ ഒരു രീതിയിൽ ഗൈഡൻസ് ചേഞ്ച് ചെയ്യുമെന്ന് തന്നെയാണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ആ രീതിയിലുള്ള ഒരു കാരണം 10% ഗ്രോത്ത് വന്നാൽ പോലും 10 അല്ല 20% ഗ്രോത്ത് അടുത്ത ക്വാർട്ടറിൽ വന്നാൽ തന്നെ അവർ ഏകദേശം ആ ഒരു ടാർഗറ്റ് ഫിനാൻഷ്യൽ ഇയർ ടാർഗറ്റ് മൊത്തത്തിൽ അച്ചീവ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ഇപ്പോഴത്തെ അവരുടെ ടാർഗറ്റും ഗൈഡൻസും വെച്ചിട്ട് ഏകദേശം 28-29 ഒക്കെയാണ് അവരുടെ ഫോർവേഡ് പി ഇപ്പോൾ വരുന്നത്. സ്റ്റോക്ക് കുറച്ച് മൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 29 ഒക്കെയാണ് കമ്പനിയുടെ ഫോർവേഡ് പി ഇപ്പോൾ വരുന്നത്. സോ അടുത്ത ക്വാർട്ടറിലെ റിസൾട്ട് വരുമ്പോൾ വീണ്ടും ഫോർവേഡ് പി കുറയാനായിട്ടുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. മൊത്തത്തിൽ കമ്പനിയുടെ കഴിഞ്ഞ ക്വാർട്ടറിന്റെ റിസൾട്ടിനെ കഴിഞ്ഞ് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടാണ് ഈ ഒരു ക്വാർട്ടറിൽ വന്നിരിക്കുന്നത്. PEB സെക്ടറിൽ ഉണ്ടാകുന്ന ആ ഒരു ഗ്രോത്തിന്റെ റിഫ്ലക്ഷൻ ഇതിൽ ഈ റിസൾട്ടിൽ കാണാനായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഇതിന്റെ റിസൾട്ടിനെ പറ്റി സംസാരിക്കാനായിട്ടുള്ളത്. സോ നമുക്ക് ഈ 3 കമ്പനികളെ M&Vയുടെയും ഇപാക്കിന്റെയും അതേപോലെ തന്നെ ഇന്ററാർസിന്റെയും മൊത്തത്തിൽ ബിസിനസ് എങ്ങനെയുണ്ട്, മൊത്തത്തിൽ ഏതാണ് നല്ല കമ്പനി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. അതും കൂടി ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത ലിങ്ക് കൊടുക്കും. സോ നമുക്കതൊരു മറ്റൊരു വീഡിയോയിൽ കാണാം.